Hi friends, welcome back to Maloos Kitchen. Maloos Kitchen പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നാട്ടിലിപ്പോൾ നല്ല മഴയാണല്ലേ. ഇപ്പോൾ മഴക്കാലത്ത് നല്ല ചൂട് ചായയോടൊപ്പം ഉള്ളിവട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാനിന്ന് ഉള്ളിവടയാണ് റെഡിയാക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഉള്ളിവട റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഉള്ളിവട റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉള്ളി തന്നെയാണല്ലോ. അപ്പോൾ 3 മീഡിയം സവാള നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കൈ തന്നെ യൂസ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇതേപോലെ തിരുമ്മിയെടുക്കുക. ഇപ്പോൾ നമ്മളിതിങ്ങനെ തിരുമ്മി കഴിയുമ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആകും. അതല്ല ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിനകത്തേക്ക് ഇതിൽ തന്നെ വെള്ളം ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഊറി വരും. അപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടും നമ്മുടെ ഉള്ളി. ഇപ്പോൾ ഉള്ളിവട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഈ റോഡ് സൈഡുകളിൽ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വായിൽ വെള്ളം വരാറില്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ഉള്ളിവട എന്ന് പറയുന്നത്. ഞാൻ നല്ലപോലെ ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു പച്ചമുളക്, ഒരു കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് 2 വരെ ചേർക്കാം കേട്ടോ. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ എരിവൊന്നുമില്ലല്ലോ, നല്ല കളറ് കിട്ടാനൊക്കെ ആയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഫസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തുകൊണ്ടാണ് നല്ല കളർ കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദമാവാണ്. അപ്പോൾ മൈദമാവ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കയ്യിൽ പിടിച്ചൊരു ബോൾ സൈസിൽ ഉരുട്ടിയെടുക്കാവുന്ന ഒരു പാകമാവണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചേർക്കുവാണ്. ഇപ്പോൾ സാധാരണ എല്ലാവരും റെഡിയാക്കുമ്പോൾ കടലമാവ്, അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, മൈദ മാത്രം യൂസ് ചെയ്തിട്ടാണ് റെഡിയാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടില്ല. ഇപ്പോൾ കുറച്ചും കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അന്നേരം തന്നെ ഒരു കൺസിസ്റ്റൻസി എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേ നോക്കിയറിയാം. ഇങ്ങനെ ഒരു ബോളായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ മാവായതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ കൈ നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് ഇനി ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂടാതെ ഞാൻ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്, ഒരുപാടൊന്നും വേണ്ട. ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കുഴച്ചെടുത്തപ്പോൾ നല്ലപോലെ ഒരു ബോളിൻ്റെ പരുവത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതേപോലെ ബോളാക്കി എടുക്കുക. അപ്പോൾ കൈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നനച്ചിട്ട് ഇങ്ങനെ ബോളാക്കി എടുത്താൽ മതി. അപ്പോൾ അതേ ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കോരി മാറ്റുവാണ്. ഈ മഴക്കാലത്ത് എല്ലാവരും എന്തായാലും ഉള്ളിവടയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുമെന്ന് അറിയാം. അപ്പോൾ ഞാൻ റെഡിയാക്കി നോക്കിയ രീതിയിൽ എല്ലാവരും വീട്ടിലൊന്ന് റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.